ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ തവണത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പൂരിയൊക്കെ ഉണ്ടാക്കി നോക്കിയോ? അപ്പം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയുടെ ഫോർ എവർ കോംബോ ആയ ബാജിയുടെ റെസിപ്പി ഒരു ദിവസം ചെയ്യാമെന്നല്ലേ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബാജിയാണ്. ബാജി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, നല്ല ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബാജി ഉണ്ടാക്കി കാണിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പൂരി ഉണ്ടാക്കാമെന്ന്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോ കണ്ടപ്പം എൻ്റെ നൈബറായിട്ടുള്ളൊരു ആൻറ്റി പറഞ്ഞു, കുറച്ച് റവ ചേർക്കുവാണെങ്കിൽ, റവ ചേർത്ത് മാവ് കുഴച്ചെടുക്കുവാണെങ്കിൽ പൂരി കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂൺ റവ എന്നുള്ളൊരു കണക്കിൽ ഞാനൊന്ന് കുഴച്ചെടുത്തത് കേട്ടോ മാവ്. അപ്പോൾ പൂരി ഉണ്ടാക്കിയപ്പോൾ ശരിയാണ്, കുറച്ചും കൂടെ ക്രിസ്പിനെസ് ഉണ്ട് മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും. മുമ്പത്തെ പൂരി ക്രിസ്പി ആയിരുന്നു കേട്ടോ, പക്ഷേ കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇപ്പോൾ വീർത്ത് വരുന്ന പൂരി അതേപോലെ തന്നെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് മണിക്കൂറോളം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചുങ്ങിപ്പോവാതെ. അപ്പം അതും ഞാനൊരു നോട്ട് ചെയ്ത കാര്യം കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റവ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറയുണ്ടായി, അവർ മാവ് കഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ ചേർക്കാറുണ്ട്, അപ്പോൾ ഒന്നുകൂടിയും സോഫ്റ്റ് ആവുമെന്ന് കേട്ടോ. പക്ഷെ ഞാനിവിടെ വെള്ളം കൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്, ഓയിലൊന്നും ചേർക്കാറില്ല. പരമാവധി നമ്മൾ ഓയിൽ ഫ്രീ ആക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ പൂരി ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ കൂടെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ഒന്നുകൂടെ ഓയിൽ കൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ പോലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ മാവ് വരാറുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പ് നമുക്ക് വീടുകളിലൊക്കെ കിട്ടിയിട്ട് നമ്മൾ മില്ലിൽ പോയിട്ട് പൊടിപ്പിച്ച് അപ്പോൾ അങ്ങനെയുള്ള ആട്ടപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ഒരു ഹാർഡ്നെസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് നിങ്ങൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ ബാജി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബാജി ഉണ്ടാക്കാനായിട്ട് 5 ഉരുളക്കിഴങ്ങ് ഏകദേശം 1/2 കിലോ ഉണ്ട്. ഇത് ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട്, വേവിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി കഴുകി തൊലിയോട് കൂടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വിസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു കയ്യിലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് ആ എക്സസ് ആയിട്ടുള്ള പ്രഷർ ഒന്ന് ഇങ്ങനെ എടുത്ത് കളയണേ. എന്നതിന് ശേഷം നമുക്ക് തുറക്കാം. അല്ലാതെ ചിലപ്പം കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. കുക്കർ തുറന്ന് ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഈ പൊട്ടറ്റോ ഉടച്ചെടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർഡായി പോവേ. ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുക്കരുത്. നമ്മൾ ആ കറി കഴിക്കുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പീസുകൾ കടിക്കാൻ കിട്ടണം, ആ രീതിയിൽ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി കടായി ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി തീരാറാകുമ്പോൾ ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊട്ടുകടല ചേർക്കുമ്പോൾ ഈ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി തീരുമ്പോൾ മുതൽ നിങ്ങൾ സ്റ്റൗവ് സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളകും. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടോളൂ, ഞാനിവിടെ കുറച്ചിടുന്നുള്ളൂ. ഇതൊന്ന് നമുക്ക് 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ റവ ചേർത്ത് മാവ് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്തായാലും നിങ്ങൾക്കിന്ന് ബാജി ഉണ്ടാക്കി കാണിക്കാം. അപ്പം ഞാൻ എന്തായാലും ആൻറ്റി പറഞ്ഞ രീതിയിൽ ഞാൻ പൂരി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ പൂരി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂൺ റവ എന്നൊരു കണക്കിൽ വേണം കേട്ടോ നിങ്ങൾ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞത് നമുക്കിനി ചേർക്കാം. അല്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി പോരായ്കയുള്ളത് നമുക്ക് പിന്നീട് കറി പാകപ്പെടുമ്പോൾ നമുക്ക് നോക്കി ചേർക്കാം. സവാള ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് വാടിയാൽ മതിയാകും. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. ഞാനത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാനതെടുത്ത് ചേർക്കുവാണ്. പക്ഷെ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണേ. ഏകദേശം 4 മിനിറ്റ് സവാള ഞാൻ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ സവാള കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ.
ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഈ മസാല വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കുക. പോരായി ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഈ മസാല വെള്ളത്തിൽ കിടന്ന് തിളച്ചാൽ മാത്രമേ ഈ മസാലയും പൊട്ടാറ്റോ എല്ലാം കൂടെ നന്നായി ഒന്ന് ചേർന്ന് വരുള്ളൂ. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനപ്പോൾ അതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കും തോറും ഇനിയും ഇത് കട്ടിയായി വരും, നന്നായി കുറുകി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. റവയും കൂടെ ചേർത്ത് ചെയ്ത പൂരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി അതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ ഈ കറി ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ പൂരിയുടെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കറി കാണാനായിട്ട്? അതെ, പൂരിയും കറിയും കൂടെ ഞാൻ കഴിക്കാൻ പോവാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സ്റ്റാർ ഫാമിലിയുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും കാണാം. താങ്ക് യു.